ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ മാസവും പുതിയ പ്രതീക്ഷകളും പുതിയ അവസരങ്ങളുമാണ്. ചിലപ്പോൾ വളരെയധികം വെല്ലുവിളികൾ ഉണ്ടാകാം. എന്നാൽ അവയെ എല്ലാം തന്നെ നമുക്ക് അതിജീവിക്കാനുള്ള ശക്തിയും ജീവിതം തന്നെ നമുക്ക് സമ്മാനിക്കുന്നു. ഈ വരുന്ന ഓഗസ്റ്റ് മാസം പലർക്കും പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനും മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനും അതുപോലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനുമുള്ള സമയമാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ആത്മവിശ്വാസത്തോടെ സ്വീകരിക്കുകയും വെല്ലുവിളികളെ ജാഗ്രതയോടെയും വിവേകത്തോടെയും നേരിടുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന നിങ്ങളുടെ നക്ഷത്ര ഫലങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ഈയൊരു മാസം നിങ്ങൾക്കായി എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് കാത്തിരിക്കുന്നത് എന്ന് നോക്കാം. ആദിത്യൻ ഓഗസ്റ്റ് 17 തിങ്കൾ രാവിലെ കർക്കിടകം രാശിയിലും തുടർന്ന് ചിങ്ങം രാശിയിലും സഞ്ചരിക്കും. ആഗസ്റ്റ് 17 കൊല്ലവർഷം, അതായത് 1202 എന്ന ആണ്ട് പിറക്കുന്നത്. ഓഗസ്റ്റ് 12 കർക്കിടക വാവ്, അതുവരെ ചാന്ദ്രമാസമായ ആഷാഢമാണ്. ആഗസ്റ്റ് 13 ശ്രാവണ മാസം തുടങ്ങുന്നു. ആഗസ്റ്റ് 26 തിരുവോണവും ആഗസ്റ്റ് 27 ശ്രാവണ പൗർണമിയും വരുന്നു. ആഗസ്റ്റ് 11 വ്യാഴം മൗഢ്യ അവസ്ഥ അവസാനിക്കുന്നതാണ്. വ്യാഴം കർക്കിടകം രാശിയിൽ പൂയം ആയില്യം നക്ഷത്രങ്ങളിലായി സഞ്ചരിക്കുന്നു. ശനി മീനം രാശിയിൽ രേവതിയിൽ വക്രഗതിയിൽ തുടരുകയാണ്. രാഹുവും കേതുവും കുംഭം ചിങ്ങം രാശികളിൽ വക്രഗതിയായി തുടരുന്നു. ചൊവ്വ മിഥുനം രാശിയിൽ തന്നെയാണ്. അതുപോലെ ബുധൻ ഈ മാസം മിഥുനം കർക്കിടകം ചിങ്ങം എന്നീ 3 രാശികളിലായി സഞ്ചരിക്കുന്നു. ഓഗസ്റ്റ് 1 ശുക്രൻ തൻ്റെ നീചക്ഷേത്രമായ കന്നി രാശിയിൽ പ്രവേശിക്കുകയാണ്. ഈയൊരു മാസം മുഴുവൻ ശുക്രൻ കന്നി രാശിയിൽ അഥവാ നീചസ്ഥിതിയിൽ തന്നെയാണ്. ഈയൊരു ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഓഗസ്റ്റ് മാസത്തെ നക്ഷത്ര ഫലം നോക്കാം. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ആദിത്യൻ ബലവാനാകുന്നതും വ്യാഴം മൗഢ്യത്തിൽ നിന്നും മുക്തനാകുന്നതും വളരെയധികം ആശ്വാസപ്രദമായി മാറും. എന്നാൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നിലവിലെ സ്ഥിതി തുടരുന്നതാണ്. മനസ്സമാധാനം കുറയും. ഇല്ലാത്ത കാര്യങ്ങൾ സങ്കല്പിച്ച് ഭയം വരുന്നതാണ്. അതുപോലെ 3 ചൊവ്വ ആത്മീയമായി നിങ്ങൾക്ക് കരുത്ത് സമ്മാനിക്കും. സാഹസങ്ങൾ എന്ന് തോന്നുന്ന യാതൊരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക. ദേഹാരോഗ്യം പൂർണ്ണസ്ഥിതിയിലെത്തുവാൻ അല്പം കൂടി കാലതാമസമുണ്ടാകും. അതുപോലെ മക്കളുടെ നേട്ടങ്ങൾ 2ാം പകുതിക്ക് ശേഷം വന്നു ചേരും. സാമ്പത്തികമായ ഇടപാടുകളിൽ വളരെയധികം കരുതൽ പുലർത്തുക. ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ആദായം വന്നു ചേരുന്നതാണ്. അതുപോലെ ഉദ്യോഗത്തിൽ നിന്നും റിട്ടയർഡായ ആളുകൾക്ക് ചില അവസരങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ തേടിവരും. അതുപോലെ ബിസിനസ് നടത്തുന്ന ആളുകൾക്കും സാമ്പത്തികമായ ഉന്നമനമുണ്ടാകും. അതുപോലെ തന്നെ വക്രശനിയാൽ ശനി കാഠിന്യം കുറയുന്ന മാസം കൂടിയാണ്. യാത്രകൾ കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം നേട്ടവും പ്രതീക്ഷിക്കാം. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രനാഥനായ ശുക്രന് ഈയൊരു മാസം മുഴുവൻ നീചസ്ഥിതിയാകയാൽ അർഹതപ്പെട്ട അംഗീകാരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരണമെന്നില്ല. അതുപോലെ തന്നെ കഴിവുകൾ ക്ഷമാപൂർവം തെളിയിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയും വേണം. വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെയധികം മങ്ങൽ സംഭവിക്കാം. പഠിച്ചത് മുഴുവൻ മറക്കുവാനും ഇടയുള്ള കാലമാണ്. പൊതു കാര്യങ്ങളിലും നിങ്ങൾ വളരെയധികം കരുതൽ പുലർത്തുക. സ്ത്രീകളുടെ വിരോധം വരുവാനിടയുള്ള കാലം കൂടിയാണ്. കലാരംഗത്ത് കൂടുതൽ പ്രയത്നം ആവശ്യമായി വരും. നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുവാനും ഇടയുണ്ട്. ചെറുകിട വ്യാപാരികൾക്ക് ധനലാഭം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വസ്ത്രം, ആഭരണം എന്നിവ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ധനനേട്ടം ഉണ്ടാകുന്ന മാസമാണ്. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് അനുകൂല ദിക്കിലേക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം. രോഗികളായ ആളുകൾക്ക് തുടർ ചികിത്സയാൽ ആരോഗ്യം വീണ്ടെടുക്കുവാനും കഴിയുന്ന മാസമാണ്. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്.
നിങ്ങളിപ്പോൾ അനുഭവിച്ചു പോരുന്ന തിക്ത അനുഭവങ്ങൾ കുറഞ്ഞു തുടങ്ങും. അതുപോലെ സാമൂഹികമായ അംഗീകാരവും ഈയൊരു മാസം പ്രതീക്ഷിക്കാം. ബിസിനസ്സിൽ നിങ്ങൾക്ക് പുതിയ തന്ത്രങ്ങൾ പരീക്ഷിക്കുവാൻ സാധിക്കുന്ന ഒരു മാസമാണ്. അതുപോലെ തന്നെ നൂതനമായ ആവിഷ്കാരങ്ങളും ഫലപ്രദമാകും. നിങ്ങൾക്ക് ജന്മനാട്ടിലെ ആഘോഷങ്ങളിൽ പങ്കുചേരുവാനുള്ള അവസരം ഒത്തുവന്നേക്കാം. അതുപോലെ വിദ്യാർത്ഥികൾ പഠനത്തിൽ വളരെയധികം പിന്നോട്ട് പോകുവാനും ഇടയുള്ള മാസമാണ്. നിങ്ങളുടെ മാതാപിതാക്കളുടെ അവസരോചിതമായ സമീപനം പ്രധാന കാര്യമാണെന്ന് മറക്കരുത്. കുടുംബ ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണയുണ്ടാകാം. വാക്കുകളിൽ വളരെയധികം കരുതൽ വേണ്ടതുണ്ട്. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് ശുപാർശകളാൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ജീവിതശൈലി രോഗങ്ങളുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ആരോഗ്യപരമായി അല്പം ശ്രദ്ധിക്കുന്നതും വളരെയധികം ഗുണകരമായി മാറുന്നതാണ്. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് മാസപകുതിക്ക് ശേഷം വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിക്കുന്നവർക്ക് അവസരമുണ്ടാകും. തൊഴിലിടത്തിൽ നല്ല സഹകരണം കിട്ടുന്ന മാസം കൂടിയാണ്. ടെസ്റ്റുകൾ, ഇൻ്റർവ്യൂകൾ ഇവയിൽ നിങ്ങൾക്ക് ശോഭിക്കുവാൻ സാധിക്കും. അപേക്ഷിച്ചവർക്ക് ലോൺ ലഭിക്കുന്നതാണ്. അതുപോലെ പുതിയ കാര്യങ്ങൾ ഈയൊരു മാസം എല്ലാവിധ രീതിയിലും നടന്നു കിട്ടും. രണ്ടാം പകുതിയിൽ നിർമ്മാണം പൂർത്തിയാക്കി ഗൃഹപ്രവേശം സാധ്യമാകുന്നതാണ്. വാഹന ഭാഗ്യമുണ്ട്. അതുപോലെ കുടുംബത്തോടൊപ്പം തീർത്ഥാടനം നടത്തുവാൻ കഴിയും. മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതാണ്. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും വിട്ടുനിന്നിരുന്ന ആളുകൾക്ക് വീണ്ടും ഒന്നിക്കാനുള്ള അവസരം വന്നു ചേരും. വ്യാപാരികളായ ആളുകൾക്ക് വളരെയധികം ധനനേട്ടം ഉണ്ടാകുന്നതാണ്. പ്രണയ അനുഭവങ്ങൾ മന്ദീഭവിക്കാം. അതുപോലെ രണ്ടിലെ ചൊവ്വയാൽ വാഗ്ദോഷം വരുവാനും ഇടയുള്ള മാസമാണ്. അടുത്തത് മകീരം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈയൊരു മാസം കഠിനമായ യാഥാർത്ഥ്യങ്ങളെ സമചിത്തതയോടെ നേരിടേണ്ടി വരും. ഔദ്യോഗിക ഭാരം അധികമാകും. അവധിക്കാരുടെ ചുമതലകൾ കൂടി നിങ്ങൾക്ക് ഈയൊരു മാസം നിർവഹിക്കേണ്ടി വന്നേക്കാം. പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് ജോലി ലഭിക്കുവാനുള്ള യോഗമുണ്ട്. കൂട്ടു ബിസിനസ്സിന് പുതിയ ദിശാബോധം കൈവരും. ആരോപണങ്ങൾ, ഉപാജപങ്ങൾ ഇവയെല്ലാം തന്നെ നിങ്ങൾക്ക് ഈയൊരു മാസം തള്ളിക്കളയേണ്ടി വരും. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടുവാനുള്ള വിഫല ശ്രമം നടത്തേണ്ടി വരും. രണ്ടാം പകുതിയിൽ ധനസഹായം വന്നു ചേരും. കൂട്ടുകെട്ടുകളിൽ ഈയൊരു മാസം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ നാളുകളായി തുടരുന്ന വായ്പയുടെ തിരിച്ചടവ് ഈയൊരു മാസം അവസാനിക്കുന്നതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ജന്മത്തിൽ ചൊവ്വ ഉള്ളതിനാൽ ക്ഷോഭം അധികമാകും. തിടുക്കം പ്രകോപനങ്ങൾക്ക് വഴിവെക്കാം. രണ്ടിലെ ഗുരു രവി യോഗം ഭാഗികമായി ഗുണം ചെയ്യും. സാമ്പത്തികമായി ഉണ്ടായിരുന്ന പരാധീനതകളെല്ലാം തന്നെ ഒഴിവാകും. അക്കാര്യത്തിൽ തല ഉയർത്തിപ്പിടിച്ച് നിങ്ങൾക്ക് നിൽക്കുവാനും കഴിയുന്നതാണ്. സഹപ്രവർത്തകർക്ക് യുക്തമായ നിർദ്ദേശങ്ങൾ നൽകുവേണ്ടി വരും. വ്യാപാര വിപുലനം മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ നിങ്ങൾക്ക് ആശിച്ച വിധം പ്രാവർത്തികമാകും. അന്യദേശ പഠനം, തൊഴിൽ യാത്രകളിലെ തടസ്സം അല്പം കൂടി നീളാം. ബന്ധു സുഹൃത്ത് സഹായം വേണ്ടത്ര വന്നുചേരുന്ന മാസമാണ്. പരാശ്രയത്വം കുറയും. കുടുംബ ബന്ധങ്ങളിൽ അനുരഞ്ജനം ഈയൊരു മാസം അനിവാര്യമാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് പ്രണയബന്ധം തടസ്സപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. തെറ്റായ ഔഷധ ഉപയോഗം ദോഷകരമായി മാറുവാനും ഇടയുള്ള കാലമാണ്. ഈയൊരു സമയം നിങ്ങൾ സ്വയം ചികിത്സ എന്നത് ഒഴിവാക്കുന്നത് വളരെയധികം ഗുണകരമായി മാറും. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ വ്യാഴം ഉച്ചസ്ഥനായി ഇഷ്ടഭാവത്തിലുള്ളത് മിഥുന രാശിക്കാർക്ക് വളരെയധികം ഗുണകരമായി മാറും. സുപ്രധാന കാര്യങ്ങൾ വളരെ വേഗം യാഥാർത്ഥ്യമായി ഭവിക്കും. അതുപോലെ തന്നെ ചൊവ്വ ജന്മരാശിയിലുമാണ്. തന്മൂലം നിങ്ങൾക്ക് തിരിച്ചടികളും പ്രതീക്ഷിക്കാം. ആവർത്തിത ശ്രമങ്ങളും സാധ്യതയാണ്. ഗൃഹം, വാഹനം എന്നിവ മോടി പിടിപ്പിക്കുവാൻ കഴിയും. കണ്ടക ശനി വക്രസഞ്ചാരം ചെയ്യുകയാൽ വ്യവസായം, ഉദ്യോഗം എന്നിവയിൽ ചെറിയ ഗുണകരമായ മാറ്റങ്ങൾ വന്നേക്കും. സുഗമത ദൃശ്യമാകുന്നതാണ്. അതുപോലെ ആത്മീയ താല്പര്യം പുറത്തു കാട്ടുമെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണമെന്നില്ല. അന്യനാട്ടിൽ കഴിയുന്ന ആളുകൾക്ക് ജന്മനാട്ടിലെത്തുവാനുള്ള സാഹചര്യമുണ്ട്. വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുവാൻ മടിക്കരുത്. മാസത്തിൻ്റെ രണ്ടാം പകുതി മുതൽ കൂടുതൽ നല്ല ഫലങ്ങളും ധനനേട്ടങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്.
നിങ്ങളുടെ ജന്മത്തിൽ ആദിത്യൻ തുടരുകയാൽ വളരെയധികം സമ്മർദ്ദം ഈയൊരു മാസമുണ്ടാകും. ഗുരു പൂയം നക്ഷത്രത്തിൽ നിന്നും മാറുന്നത് നല്ലതാണെങ്കിലും ചില പ്രശ്നങ്ങളും വന്നു ചേരും. 12-ലെ ചൊവ്വ നിരന്തര ചെലവുകൾക്ക് കാരണമാകും. ദുശീലങ്ങളുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ കൂടുതൽ സംയമനം പാലിക്കുക. തൊഴിൽ മേഖലയിൽ നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ വന്നു ചേരും. പുതിയ കാര്യങ്ങളുടെ സംഘാടനം എളുപ്പമാകില്ല. അതുപോലെ സ്വത്ത് തർക്കങ്ങൾ കോടതി കയറുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ പഴയ വാഹനം വിൽക്കുവാൻ സാധിക്കും. അതുമല്ലെങ്കിൽ അറ്റകുറ്റപ്പണി കഴിക്കേണ്ടി വരുന്നതാണ്. ഏജൻസികൾ ലാഭകരമാകും. കമ്മീഷൻ കൂടുതൽ വന്നു ചേരുന്ന ഒരു മാസം കൂടിയാണ്. ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധിക്കുക. മാസപ്പകുതിക്കുമേൽ നിങ്ങൾക്ക് ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. അതുപോലെ സ്ഥാനലബ്ധിയും ഈയൊരു മാസം പ്രതീക്ഷിക്കാം. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ ബുധൻ 3 രാശികളിൽ സഞ്ചരിക്കുകയാണ്. അതിനാൽ തിടുക്കത്തിൽ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുവാനിടയുണ്ട്. ആലോചിക്കുവാനുള്ള സമയം കുറയും. ജന്മത്തിലെ രവിഗുരു യോഗം, 12-ലെ കുജയോഗം, അഷ്ടമ രാഹു, 9-ലെ വക്രശനി എന്നിവയും സ്വസ്ഥതയ്ക്ക് ഹാനി ഉണ്ടാക്കുന്ന ഗ്രഹസ്ഥിതികളാണ്. ദേഹാരോഗ്യ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങളുടെ വസ്തു വിൽപ്പന എന്ന സ്വപ്നം തടസ്സപ്പെടാം. പിടിവാശി നിങ്ങൾക്ക് ശത്രുക്കളെ സമ്മാനിക്കും. നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുവാനും ഇടയുണ്ട്. മേലധികാരിയുടെ നിർദ്ദേശങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അസ്വീകാര്യങ്ങളാണെന്ന് തോന്നുന്നതാണ്. അതുപോലെ സ്ത്രീ ജനങ്ങളുടെ പിന്തുണ വന്നു ചേരും. പ്രണയിക്കുന്ന ആളുകൾക്ക് ആത്മാർത്ഥത കുറയുന്നതായി തോന്നും. പുത്തൻ ഗാർഹിക വസ്തുക്കൾ, അതുമല്ലെങ്കിൽ ആടയാഭരണങ്ങൾ ഇവ വാങ്ങുവാൻ കഴിയും. വാഹനം വാങ്ങുന്നത് ശുക്രൻ നീചത്തിലാകിയാൽ അല്പം കൂടി മാറ്റിവെക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായി മാറും. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് 12-ലും ജന്മത്തിലും ആദിത്യൻ സഞ്ചരിക്കുകയാൽ നിലവിലെ സ്ഥിതി തുടരുന്നതാണ്. തൽക്കാലമുള്ള ജോലി ഉപേക്ഷിക്കരുത്. അതായത് പുതിയത് കിട്ടുവാൻ വളരെയധികം കാലതാമസമുണ്ടാകും. ഒന്നും നിസ്സാരമായി കാണാതിരിക്കുക. പ്രവർത്തനത്തിൽ ശുഷ്കാന്തി മാറി ആലസ്യം പിടിപെടുവാൻ ഇടയുള്ള മാസമാണ്. 12-ലെ വ്യാഴം നിങ്ങൾക്ക് നല്ല കാര്യങ്ങളെന്ന് വിശ്വസിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ചെലവുണ്ടാക്കും. സജ്ജനങ്ങളുടെ വാക്കുകൾ നിഷേധിക്കേണ്ടി വരുന്നതാണ്. 11-ലെ ചൊവ്വ ഭൂമി ഗുണത്തിന് കാരണമാകും. വസ്തുവോ വീടോ വാങ്ങുവാനുള്ള ശ്രമം ലക്ഷ്യത്തിലെത്തും. സഹോദരങ്ങളുടെ നിർവ്യാജമായ പിന്തുണ വന്നു ചേരും. അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത നഷ്ടമാകുന്നതാണ്. മധുരോദാരമായി സംസാരിച്ച് പ്രണയം സ്വന്തമാക്കുവാനും കഴിയും. കലാകാരന്മാർക്ക് വളരെയധികം അവസരങ്ങൾ ലഭ്യമാകുന്ന ഒരു സമയമാണ്. അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ ശുക്രൻ ഈയൊരു മാസം മുഴുവൻ 2-ാം ഇടത്തിൽ നീചസ്ഥിതിയിലാണ്. അതിനാൽ തന്നെ വിദ്യ, കുടുംബം, ധനകാര്യം ഇവയിൽ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങളുടെ വ്യക്തിപ്രഭാവത്തിന് മങ്ങലേക്കുവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അനായാസമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഈയൊരു മാസം പ്രയാസകരമായി മാറും. വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ആശിച്ച അവസരം നഷ്ടമാകും. ശനിയും കേതുവും രാഹുവും വിപരീത ഫലങ്ങൾ സമ്മാനിക്കും. ഉറപ്പിച്ച കാര്യങ്ങൾ വഴുതി പോകുവാനും ഇടയുണ്ട്. കടം വാങ്ങുവാനും അധിക ചെലവുകൾ വരുത്തുവാനുമുള്ള സാഹചര്യമുണ്ടാകും. പാരമ്പര്യത്തോട് ഒത്തുപോകുവാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങൾക്ക് 11-ലെ ചൊവ്വ ഗുണകാരിയാണ്. ഭൂമിയിൽ നിന്നും വരുമാനം പ്രതീക്ഷിക്കാം. വ്യവഹാരങ്ങളിൽ നിങ്ങൾക്ക് മേൽക്കൈയുണ്ടാകും. തീർത്ഥാടന യോഗമുണ്ട്. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് മേലധികാരികളുടെ വാക്കുകളെ തള്ളിക്കളയേണ്ടി വരുന്ന ഒരു കാലം കൂടിയാണ്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. ചിങ്ങരാശിക്കാർക്ക് സമ്മിശ്രമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ജീവിതത്തിൽ കയ്പും മധുരവും മാറി മാറി വരും. കന്നിരാശിക്കാർക്ക് മാസത്തിൻ്റെ 1-ാം പകുതി വളരെയധികം നേട്ടങ്ങളുണ്ടാകും. ഉത്രം നാളുകാരുടെ സഹജശീലമായ ഉത്സാഹം മന്ദീഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അരുതാത്ത കാര്യങ്ങൾ നിങ്ങളെ പിടിപെടാം. തെറ്റ് തിരുത്തുവാനുള്ള ശ്രമം നടത്തുന്നത് ഫലവത്താകണമെന്നുമില്ല. മറ്റുള്ളവരെ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്നതിനാൽ വഞ്ചിക്കപ്പെടുവാനും ഇടയുള്ള കാലമാണ്. ബിസിനസ്സിലൂടെ പണവരവ് ഉണ്ടാകും. അതുപോലെ ആഘോഷങ്ങൾ മോടി പിടിപ്പിക്കുവാൻ മനസ്സുവയ്ക്കും. നവീന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കും. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് ജോലി ഭാരം വർദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളുമൊത്ത് വിനോദയാത്രയ്ക്കുള്ള യോഗമുണ്ട്. ജീവിതശൈലി രോഗങ്ങളുള്ള ആളുകൾ
വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ജന്മരാശിയിൽ ശുക്രൻ ഉള്ളതിനാൽ സുഖഭോഗങ്ങൾ ഉണ്ടാകും. എന്നാൽ ശുക്രൻ നീചഭാവത്തിൽ എന്നത് വളരെയധികം ശ്രദ്ധേയമാണ്. ബുധാദിത്യ ഗുരുക്കന്മാർ 11-ൽ വരുന്നത് ലാഭവഴികൾ തുറക്കപ്പെടുന്നതിൻ്റെ സൂചനയുമാണ്. അധ്വാനം വർദ്ധിക്കും, എന്നാൽ അവ പ്രയോജനം ചെയ്യുകയും ചെയ്യും. വചോവിലാസം, പാണ്ഡിത്യം ഇവയിൽ വളരെയധികം ശ്രദ്ധേയമാകും. കുടുംബത്തിൽ തെറ്റിദ്ധാരണകൾ വരാം. അതുപോലെ ഈയൊരു മാസം പുതിയ സഹചാരികളെ കണ്ടെത്തുവാനും സാധിക്കുന്നതാണ്. ജീവകാരുണ്യം, ധാർമ്മിക കർമ്മങ്ങൾ ഇവയ്ക്ക് മുൻകൈ എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ വാഹന യോഗമുണ്ട്. ആഘോഷങ്ങളിൽ സക്രിയമായ സാന്നിധ്യം നിർവഹിക്കുവാൻ കഴിയുന്നതാണ്. സാമ്പത്തികമായി നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. ആരോഗ്യപരമായും ഈയൊരു മാസം ശ്രദ്ധിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. കന്നി, തുലാം രാശികളിൽ വരുന്ന നക്ഷത്രമാണ് നിങ്ങൾ. നിങ്ങളുടെ നക്ഷത്രാധിപൻ ചൊവ്വയും സാഹസമായ കാര്യങ്ങളോട് വളരെയധികം താല്പര്യമുള്ള ആളുകളുമാണ്. അതിനാൽ തന്നെ ഈയൊരു മാസം സാഹസികമായ കാര്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുന്നത് അവിലഷണീയമായി മാറും. വസ്തുവ്യവഹാരത്തിൽ സമാധാനം ഉണ്ടാകണമെന്നില്ല. ഉദ്യോഗസ്ഥർ സ്വതന്ത്രമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് മേലധികാരിയുടെ അപ്രീതിക്ക് വഴിയൊരുക്കും. മുൻവിധികൾ കഴിവതും ഒഴിവാക്കുക. പ്രായോഗികത പ്രയോജനപ്പെടുത്തേണ്ട ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവുണ്ടാകും. അതുപോലെ ഗവേഷണത്തിലുള്ള ആളുകൾ മുന്നോട്ട് പോകുവാനും കഴിയും. കുടുംബത്തിൽ അനുരഞ്ജനം ആവശ്യമായി വരും. അതിനാൽ തന്നെ നിങ്ങളുടെ മാപ്പ് പറച്ചിൽ അവിടെ അഭിമാന പ്രശ്നം ആകുകയുമില്ല. കുട്ടികളുടെ കാര്യത്തിൽ വളരെയധികം ഉത്തരവാദിത്തം കാണിക്കുക. കൂടിച്ചേരലുകൾ സൃഷ്ടിക്കുന്ന ആഹ്ലാദത്തിൽ അഭിരമിക്കുവാനും കഴിയുന്നതാണ്. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. പല നിലയ്ക്കും നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. തൊഴിലിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അത് കഴിയും. അല്പപ്രയത്നത്തിന് അധിക ലാഭം കൈവരും. അധികാരികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ നിലവിലെ ജോലി ആയാസരഹിതമായി മാറും. ദുർഘടമായ ദൗത്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഈയൊരു മാസം വിടുതലുണ്ടാകും. ആഗ്രഹിച്ച ദിക്കിലേക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം. നവീന സംരംഭങ്ങൾക്ക് ലൈസൻസ് ലഭിക്കുന്നതാണ്. രോഗി പരിചരണം, അന്നദാനം മുതലായവയ്ക്ക് മനസ്സ് കാട്ടുവാനും കഴിയും. കുടുംബജീവിതത്തിലെ തിരക്കുകൾ ആസ്വദിക്കുന്നതാണ്. ശുക്രൻ 12-ൽ നീചനാകിയാൽ പ്രണയകാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടാകും. ഗവേഷകർക്ക് കൂടുതൽ പഠന മേഖലകളിൽ ഏകോപനം വേണ്ടിവരുന്നതാണ്. അതുപോലെ സ്ത്രീകളുടെ വിരോധം സമ്പാദിക്കുവാനും സാധ്യതയുള്ള മാസമാണ്. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. തുലാം, വൃശ്ചികം രാശികളിൽ വരുന്ന വിശാഖം നക്ഷത്രക്കാർ ബഹുകാര്യ പ്രസക്തരാകും. പലപ്പോഴും പല കഴിവുകൾ പ്രദർശിപ്പിച്ച് ഒന്നിലധികം പേരെടുക്കാത്തവരും കൂട്ടത്തിലുണ്ട്. ഓഗസ്റ്റ് മാസത്തിൽ ഇവർക്ക് സാമാന്യത്തിലധികം ശോഭിക്കുവാൻ കഴിയും. പ്രൈവറ്റ് സ്ഥാപനത്തിൽ താൽക്കാലിക ജോലി പ്രതീക്ഷിക്കാം. അതുപോലെ മത്സരാധിഷ്ഠിത കരാറുകളിലൂടെ നേട്ടങ്ങളുണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതാണ്. പുതിയ വാഹനം സംബന്ധിച്ച് പിതൃപുത്ര ബന്ധത്തിൽ ക്ഷീണമുണ്ടാകാം. അന്യദേശത്തുള്ളവർക്ക് ജന്മനാട്ടിലേക്ക് തിരികെ എത്തുവാൻ കഴിയും. രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് ജനകീയമായ പിന്തുണ വീണ്ടെടുക്കുവാൻ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും കഴിയുന്നതാണ്. വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കുറയും. ലോൺ അപേക്ഷ നിങ്ങളുടെ പരിഗണിക്കപ്പെടുന്നതാണ്. ജാമ്യം നിൽക്കുക, അതുമല്ലെങ്കിൽ സാക്ഷി പറയുക തുടങ്ങിയ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ ശനിയുടെ വക്രഗതിയും 4-ലെ രാഹുവും ഇടയ്ക്കിടെ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശരിയോ തെറ്റോ എന്ന ആശങ്കയുണ്ടാകുന്നതാണ്. ചൊവ്വ അഷ്ടമത്തിൽ അനിഷ്ടത്തിൻ്റെ കോട്ടകൊത്തളങ്ങൾ പണിയുവാനിടയുണ്ട്. എങ്കിലും ഭാഗ്യ വ്യാഴം പ്രഭാപൂർണമാകിയാൽ കാര്യവിജയമുണ്ടാകും. നിങ്ങളുടെ മേലധികാരികൾ അനുഭാവപൂർവ്വം പ്രവർത്തിക്കുന്നതാണ്. തൊഴിലിൽ 2-ാം പകുതിക്ക് മേൽ കൂടുതൽ മുന്നേറ്റം പ്രതീക്ഷിക്കാം. പ്രണയ അനുഭവങ്ങൾ ഇതിൽ വിരിയുന്നതാണ്. കുടുംബത്തിൽ പക്വതയുള്ള പെരുമാറ്റം മൂലം വളരെയധികം സമാധാനമുണ്ടാകും. സാമ്പത്തികമായി വളരെയധികം ഉന്നമനമുണ്ടാകുന്ന മാസം കൂടിയാണ്. അതുപോലെ തന്നെ കൂട്ടുകെട്ടുകൾ വഴി വളരെയധികം നേട്ടങ്ങളും ഈയൊരു മാസം പ്രതീക്ഷിക്കാം. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ ബുധൻ്റെ രാശി ചാഞ്ചാട്ടങ്ങൾ ചില അസ്വാരസ്യങ്ങൾ സമ്മാനിക്കുവാനിടയുണ്ട്.
ഫോക്കസ് ചെയ്യുവാൻ മനസ്സ് ക്ലേശിക്കുന്നതാണ്. അതോ ഇതോ എന്ന ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും. എന്നാലും ചില ചിരകാല പ്രാർത്ഥനകൾ നിറവേറ്റപ്പെടുന്ന സന്ദർഭം തന്നെ വന്നു ചേരും. ഉദ്യോഗപ്രവേശം സാധ്യമാകും. വിശേഷിച്ചും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ വിദേശ പഠനത്തിലുള്ള തടസ്സങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടും. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ആളുകൾക്ക് ഇച്ഛാഭംഗം ഉണ്ടാകില്ല. അതുപോലെ അവിവാഹിതരുടെ വിവാഹ കാര്യത്തിൽ നല്ല തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാം. കരാറുകൾ പുതുക്കി കിട്ടും. പിണക്കങ്ങളെല്ലാം തന്നെ ഇണക്കങ്ങളിലേക്ക് നയിക്കപ്പെടുന്നതാണ്. ചൊവ്വ അനിഷ്ടഭാവത്തിലാകിയാൽ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. പ്രമാണം, രേഖ ഇവ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾ കഷ്ടമത്തിലും 9ലുമായി ആദിത്യ സഞ്ചാരം തുടരുന്നതിനാൽ സമ്മിശ്രമായ ഗതി ഈ ഒരു മാസം പ്രതീക്ഷിക്കാം. ലോൺ അപേക്ഷയിൽ രണ്ടാം പകുതിയിൽ പരിഗണന ലഭിക്കും. പാരമ്പര്യമാവുന്ന വിദ്യകളിലും തൊഴിലുകളിലും ശോഭിക്കുവാനുള്ള സന്ദർഭമാണ്. സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറക്കുന്നതായി കുടുംബത്തിൽ നിന്നും ചെറുപ്പക്കാർക്ക് നേരെ ശാസന ഉയരാം. അതുപോലെ വിദ്യാഭ്യാസം കൂടുതൽ ശുഷ്കാന്തിയിലേക്ക് വരേണ്ടതുണ്ട്. 7ലെ ചൊവ്വ പ്രണയത്തെയോ ദാമ്പത്യത്തെയോ ഏകാധിപത്യ പ്രവണമാക്കും. പൊരുത്തക്കേടുകൾ കൂടുതൽ വഗ്രമാകും. സാധാരണ കാര്യങ്ങൾക്ക് പതിവ് സമയം പോരാതെ വരുന്നതാണ്. ഔദ്യോഗികമായി രണ്ടാം പകുതി നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഫലങ്ങൾ സമ്മാനിക്കും. പദവി ഉയരുമെന്ന് ഉറപ്പിക്കുവാൻ കഴിയില്ല എങ്കിലും വളരെയധികം നേട്ടങ്ങൾ ഈ ഒരു മാസം പ്രതീക്ഷിക്കാം. ധാർമ്മികമായ ചെലവുകൾ ഭൗതിക ചെലവുകൾ തമ്മിൽ പൊരുത്തപ്പെടുവാൻ കഴിയാതെ വരികയും ചെയ്യുന്ന ഒരു മാസമാണ്. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. അഷ്ടമത്തിലെ ആദിത്യ ഗുരുയോഗം അനുകൂലമല്ലാത്തതിനാൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അലച്ചിലുണ്ടാകും. മനസ്വസ്ഥത കുറയും. നിങ്ങളുടെ നക്ഷത്രാധിപനായ ശുക്രൻ ദശമഭാവത്തിൽ നീചഭാവസ്ഥനാകുകയാൽ തൊഴിൽ, അതുമല്ലെങ്കിൽ ഉദ്യോഗം ഇവയിൽ നിങ്ങൾക്ക് ശോഭിക്കുവാൻ കഴിയുന്നതാണ്. ചിന്ത ഒരു വഴിക്ക് പോകും. അതുപോലെ തന്നെ കർമ്മം മറ്റൊരു വഴിക്ക് പോകും. ദാമ്പത്തികമായി സൗഖ്യം കുറയും. അനുരാഗം, ഈഗോ ഇവ മാത്രമായി മാറുന്നതാണ്. 3ലെ രാഹു ബലവും ധൈര്യവും പകരുന്നതാണ്. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഭാഗ്യാധിപനായ രവി ഭാഗ്യത്താൽ വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സംഘടനകളിൽ നിങ്ങൾക്ക് അംഗീകാരമുണ്ടാകും. അർഹതയുള്ളത് സ്വന്തം കൈകളിൽ തന്നെ വന്നു ചേരുകയും ചെയ്യും. ഭാവിക്കായി പലതും നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസത്തിൽ ചെയ്യുവാൻ സാധിക്കുന്ന സമയമാണ്. അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. ധനുരാശിക്കാർക്ക് മാസാദ്യ പകുതി വളരെയധികം സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. ആശുപത്രി വാസമോ കൂട്ടുകിടപ്പോ വേണ്ടിവരും. രണ്ടാം പകുതിയിൽ തൊഴിൽ മുന്നേറ്റത്തിനുള്ള വഴി തുറക്കുന്നതാണ്. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ അടുക്കും ചിട്ടയും പുലർത്തി ചെയ്യുവാൻ കഴിയും. മകരരാശിക്കാർക്ക് മാസം മുഴുവൻ സമ്മിശ്രമാകും. ബിസിനസ്സിൽ പ്രതീക്ഷിച്ച വരവുണ്ടാകില്ല. അതുപോലെ ദുർവ്യയം കൂടുകയും ചെയ്യും. വസ്തുവ വീട് കൂടുതൽ സുരക്ഷിതമാകും. പുരയിടത്തിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാം. ഉപാചപങ്ങളെ പ്രതിരോധിക്കുവാൻ കഴിയുന്നതാണ്. രോഗം കുറയുന്നത് നിങ്ങൾക്ക് വളരെ വലിയ ആശ്വാസം സമ്മാനിക്കും. പൊതു കാര്യങ്ങളിൽ ഇടപെടുന്നത് വളരെയധികം കരുതലോടെ വേണം. ശനിയുടെ വക്രഗതിയാൽ യാത്രകൾ വേണ്ടിവരും. ആകസ്മികമായി നിങ്ങൾക്ക് സഹായവും പ്രതീക്ഷിക്കാം. കുടുംബകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാവിധ ഭിന്നതകളും മാറി ഒത്തൊരുമിച്ച് പോകുവാൻ കഴിയുന്ന മാസമാണ്. അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. ആദിത്യൻ 7ലും 8ലും സഞ്ചരിക്കുന്നതിനാൽ ആഗസ്റ്റ് മാസത്തിൽ കാര്യങ്ങൾ തടസ്സപ്പെട്ടാലും എല്ലാം തന്നെ നടന്നു കിട്ടും. വ്യാഴാനുകൂല്യവും കണക്കാക്കണം. മുൻ തീരുമാനങ്ങൾ ഒരുവിധം പ്രാവർത്തികമാകും. പണവരവ് മോശമാകുന്ന കാലമല്ല. ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാക്കുവാൻ കഴിയും. തീർത്ഥാടനം, വിനോദയാത്ര എന്നിവ പ്രതീക്ഷിക്കാം. സൗഹൃദം വിപുലമാകും. അതുപോലെ ചൊവ്വയുടെ ഇഷ്ടഭാവസ്ഥിതി ദേഹശക്തിയും മനക്കരുത്തും സമ്മാനിക്കുന്നതാണ്. വ്യവഹാരങ്ങളിലും നിങ്ങൾക്ക് ഈ ഒരു മാസം വിജയം പ്രതീക്ഷിക്കാം. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് മേലധികാരിയുടെ അപ്രീതി ഉണ്ടാകും. പ്രണയം പുഷ്കലമാകും. അവിവാഹിതരായ ആളുകൾക്ക് വിവാഹ സിദ്ധി ഉണ്ടാകുന്നതാണ്. വിദേശത്ത് നിന്നും നല്ല വാർത്തകൾ കേൾക്കുവാൻ കഴിയും. ആരോഗ്യപരമായി നിങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. വക്രശനിയാൽ ബിസിനസ്സിൽ വളരെയധികം നേട്ടങ്ങളും ഈ ഒരു ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. മകരരാശിക്കാർക്ക് പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ട് മാത്രമേ ഈ ഒരു മാസം മുന്നോട്ട് പോക്ക് സാധ്യമാകൂ.
കുംഭരാശിക്കാർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി സുഗമമാകും. ആദിത്യൻ 6-ലാകുകയാൽ മാസാദ്യ പകുതിയിൽ നേട്ടങ്ങളാകും വന്നു ചേരുക. സർക്കാർ കാര്യങ്ങളിലെ എല്ലാവിധ തടസ്സങ്ങളും നീങ്ങും. ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടത്തിൽ സ്വസ്ഥതയുണ്ടാകും. ചൊവ്വയുടെ പഞ്ചമസ്ഥിതി സന്താന വിഷയത്തിൽ സ്വൈര്യക്കേടുണ്ടാക്കുന്നതാണ്. പുതുതലമുറയുടെ വാക്കുകൾ അവഗണിക്കുന്നതാണ് നല്ലത്. ഭാവിക്കായി നിക്ഷേപിക്കുവാനൊരുങ്ങും. അതുപോലെ പ്രണയം, സുഖഭോഗങ്ങൾ ഇവയുണ്ടാകും. പാരമ്പര്യ വസ്തുവിൽ നിന്നും വരുമാനം പ്രതീക്ഷിക്കാം. ദേഹാരോഗ്യം പോലെ മാനസിക ആരോഗ്യവും വളരെയധികം ദൃഢമാകുന്ന കാലമാണ്. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. ഈയൊരു മാസം കാര്യനിർവഹണത്തിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുവാൻ സാധിക്കും. ചുമതലകൾ വേഗം തന്നെ പൂർത്തീകരിക്കുവാനും കഴിയുന്നതാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും. ഔദ്യോഗികമായി നിങ്ങൾക്ക് സ്ഥാന ഉന്നതിക്കുള്ള യോഗമുണ്ട്. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ അധികാരം പ്രതീക്ഷിക്കാം. മാസത്തിൻ്റെ ഒന്നാം പകുതിയാകും പല കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഫലം സമ്മാനിക്കുക. ചൊവ്വയുടെ സഞ്ചാരം മനക്ലേശം, തലമുറകൾ തമ്മിലുള്ള ആശയഭിന്നിപ്പ് ഇവയ്ക്ക് കാരണമായി തീരും. രാഹു, ശനി എന്നീ ഗ്രഹങ്ങൾക്കിടയിലെ മധ്യസ്ഥിതി അനാവശ്യമായ സമ്മർദ്ദങ്ങളിലേക്ക് നിങ്ങളെ വലിച്ചിഴയ്ക്കുവാനും ഇടയുണ്ട്. അറിയാതെ അപരാധങ്ങൾ നിങ്ങളുടെ തലയിൽ വരാം. അതുപോലെ ചെലവിൽ നിയന്ത്രണം കുറയുന്നതാണ്. കൂട്ടുകച്ചവടത്തിൽ വളരെയധികം മങ്ങലുണ്ടാകും. കുടുംബത്തിലെ വയോജനങ്ങളെ സംരക്ഷിക്കുവാൻ കഴിയാതെ വിഷമിക്കേണ്ടിയും വരുന്നതാണ്. അന്യദേശത്തുള്ള ആളുകൾക്ക് പ്രതീക്ഷിച്ച വേളയിൽ നാട്ടിലെത്തുവാനും കഴിയാതെ വരുന്ന ഒരു മാസമാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ വ്യാഴം ഉച്ചത്തിലാണ്. ആഗസ്റ്റ് 10 മേൽ വ്യാഴ മൗഢ്യം തീരും. സ്ഥിതിഗതികളെ കൂടുതൽ അനുകൂലമാക്കും. പുതിയ നേട്ടങ്ങൾക്കായി ആത്മാർത്ഥമായി ശ്രമം വേണം. തൊഴിൽ തേടുന്ന ആളുകൾക്ക് അർഹതയ്ക്കൊത്ത വരുമാനം തെളിഞ്ഞു കിട്ടും. സാങ്കേതികമായ കാര്യങ്ങളിൽ മികവ് നേടുവാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ ശത്രുക്കളെ തിരിച്ചറിയുവാൻ കഴിയും. കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം തന്നെ സാധിച്ചു കിട്ടുന്നതാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സം നേരിടും. ചടുലമായ നീക്കങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു മാസം ദോഷം ചെയ്യുന്നതാണ്. ആലോചനയോടെ പ്രവർത്തിച്ചാൽ വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കുംഭരാശിക്കാർക്ക് വളരെയധികം സമ്മർദ്ദങ്ങൾ വന്നു ചേരുന്നതാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. 5-ലും 6-ലും ആദിത്യനും 4-ൽ ചൊവ്വയും 8-ൽ ശുക്രനും ജന്മത്തിൽ ശനിയും സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെ ഉച്ചനായ വ്യാഴം വളരെയധികം ഗുണകരമാണ്. അതായത് നിങ്ങളുടെ മക്കൾക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. അവസരങ്ങൾക്കായി ശ്രമിച്ചാൽ പഠിപ്പിൽ മിടുക്ക് എന്നിവ സന്താനങ്ങൾക്ക് കാഴ്ചവെക്കുവാൻ കഴിയും. രണ്ടാം പകുതിയിൽ ഉത്രട്ടാതിക്കാർക്ക് ജോലിയിൽ അഭ്യുദയം പ്രതീക്ഷിക്കാം. ഉന്നത അധികാരികളുടെ പ്രീതിയുണ്ടാക്കും. 4-ൽ ചൊവ്വയുള്ളതിനാൽ തന്നെ വാഹന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. ഗൃഹത്തിൽ സമാധാനം കുറയുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ശുക്ര നീചം, പ്രണയം, ദാമ്പത്യം ഇവയെ തൃപ്തി കുറയ്ക്കും. വിദേശ യാത്രകൾ തടസ്സപ്പെടാം. കൂട്ടുകച്ചവടത്തിൽ നേട്ടങ്ങൾ കുറയുന്നതാണ്. വക്രഗതിയിലെ ശനി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും ഇടയുള്ള കാലമാണ്. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. ജന്മനക്ഷത്രത്തിൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുകയാൽ എല്ലാവിധ കാര്യങ്ങളിലും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകും. മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടെടുക്കുന്ന സാഹചര്യം വന്നു ചേരും. വാഗ്ദാന ലംഘനമുണ്ടാകും. അതുപോലെ തന്നെ വ്യാഴ ദൃഷ്ടിയുള്ളതുകൊണ്ട് തൽക്കാലം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. 12-ലെ രാഹു ദുർവ്യയങ്ങൾ സമ്മാനിക്കും. കടബാധ്യതകൾ വർദ്ധിക്കുന്നതാണ്. 5-ലെ ആദിത്യനാൽ യാതൊരു രീതിയിലുമുള്ള ഗുണങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അതിനാൽ തന്നെ മാസാദ്യം ഉദ്യോഗസ്ഥർക്ക് പലതരം പ്രശ്നങ്ങളും വന്നെത്തും. വ്യാഴാനുകൂല്യത്താൽ സന്താന സൗഖ്യമുണ്ടാകും. മക്കൾക്ക് ആഗ്രഹിച്ച ജോലി, വിവാഹസിദ്ധി ഇവ സാധ്യതകളാണ്. 7-ലെ ശുക്രൻ അനുരാഗ ശൈഥല്യം സമ്മാനിക്കും. പാർട്ട്ണർഷിപ്പ് തകരാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. സുഹൃത്തുക്കളുമൊത്ത് യാത്രകൾ ആസൂത്രണം ചെയ്യുവാൻ കഴിയും. ബന്ധുക്കൾ മൂലം ശത്രുതയ്ക്കുള്ള സാധ്യതയുണ്ട്. ഭൂമി വ്യവഹാരത്തിൽ പണനഷ്ടമുണ്ടാകുവാനും ഇടയുള്ള കാലമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.